MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹൈദരാബാദി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 പച്ചമുളക് മുറിച്ചത്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയില, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാള ഫ്രൈ ചെയ്തതാണ്. 3 സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1/4 ഭാഗത്തോളം ചേർക്കാം. കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായി വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി നമുക്കിതിനു വേണ്ടിയുള്ള മസാല റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 5 കാശ്മീരി മുളക്, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 8 കാഷ്യൂ നട്ട്സ്, ഇതെല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി. മസാല കരിഞ്ഞു പോകാതെ നോക്കണം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഒരു 5 മിനിറ്റ് കൂടി മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിക്കണം. 30-35 മിനിറ്റ് ഒക്കെ എടുക്കും ചിക്കൻ നന്നായി വെന്ത് കിട്ടാൻ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം.
ഇപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.